ഹായ്, എല്ലാവർക്കും ഇപ്പം നൊയമ്പല്ലേ. നൊയമ്പ് മുറിക്കാൻ നേരത്ത് ഇഴക്കഞ്ഞിയും ജ്യൂസും ഒക്കെ കുടിച്ചേച്ച് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ചോറുണ്ണാനായിട്ട് ഇച്ചിരി മീൻകറി കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമില്ലേ? അതിനുള്ള മീൻകറിയാണ് അമ്മ വെച്ചിരിക്കുന്നത്. അടിപൊളി ഒരു മീൻകറിയാണ്, നാടൻ മീൻകറിയാണ്. എല്ലാവരും വെച്ച് നോക്കണം. ചപ്പാത്തി ആണേലും തിന്നാം, നമുക്ക് പത്തിരി ആണേലും തിന്നാം, പൊറോട്ട തിന്നാം, എല്ലാത്തിനും കൊള്ളാവുന്ന നല്ലൊരു മോദക്കറിയാണ്. നാടൻ മോദക്കറിയാണ്. ഇത് ചാറെടുത്താൽ മതി, നമുക്ക് ചോറുണ്ണാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബായ്. നമുക്കിനി ഇതെങ്ങനെയാ മീൻകറി വെക്കുന്നതെന്ന് നോക്കാം. നമുക്ക് പോകാം അടുക്കളയിലേക്ക്. അമ്മ ഇന്ന് വെക്കാൻ പോകുന്ന 1/2 കിലോ മോദയാണ്. 1/2 കിലോ മോദ മേടിച്ചു. അത് നമുക്കിന്നൊരു നാടൻ കറി വെക്കാം. അതിന് വേണ്ടി അമ്മ ചട്ടി അടുപ്പയിലോട്ട് വെച്ചു. ചട്ടി ചൂടാകട്ടെ. കുറച്ച് 2 സ്പൂൺ എണ്ണ ഒഴിക്കാം. കടുകിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു, കരിവേപ്പില ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, ഉലുവാപ്പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നല്ലതായിട്ടൊന്ന് ചുമക്കട്ടെ. ഇനി ഇതിനകത്തോട്ട് പുളിവെള്ളം ഒഴിക്കാം. അര സ്പൂണ് ഉപ്പിടാം. അരപ്പ് നല്ലതായിട്ട് തിളയ്ക്കട്ടെ. തിളച്ചിട്ട് മീനിടാം. ഇച്ചിരി കായപ്പൊടി നമുക്കിടാം. ഇനി നമുക്ക് മീൻ പറക്കിയിടാം. നല്ലൊരു മീൻ കറിയാണ്. നമുക്ക് എല്ലാവർക്കും വെച്ച് നോക്കണം. മൂടി വെക്കാം. നമ്മുടെ മീൻകറി നല്ലതായിട്ട് പറ്റി. നമുക്കിനി മീന് തീ കെടുത്താം. ഇച്ചിരി കരിയാപ്പില ഇടാം. നല്ലൊരു മീൻകറിയാണ് ഇത്. എല്ലാവരും വെച്ച് നോക്കണം. നമുക്കിപ്പം നൊയമ്പൊക്കെ അല്ലേ, നൊയമ്പൊക്കെ ഇങ്ങോട്ട് ജീരകക്കഞ്ഞിയൊക്കെ കുടിച്ച് നൊയമ്പൊക്കെ ഇങ്ങോട്ട് മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ചപ്പാത്തി തിന്നണേലോ, ഒരു പത്തിരി തിന്നണേലോ, ഒരു പൊറോട്ട തിന്നാനോ, അല്ലെങ്കിൽ നമുക്ക് ചോറുണ്ണാം. അന്നേരം ഈ മീൻകറി ചാറും കൂടെ എടുത്താൽ നല്ല സൂപ്പറാ ചോറുണ്ണാന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലതാണ്. അമ്മയുടെ മീൻ കറിയെല്ലാം റെഡിയായി അടിപൊളിയായിട്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും വെച്ച് നോക്കണം. അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അമ്മയുടെ കൊച്ചു ചാനലൊന്ന് കാണണേ. അടുത്ത വീഡിയോയിലേക്ക് വരുന്നിടം വരെ ബായ്.